അപ്പോൾ ഈ വീടും ഇതും ചെയ്തിരിക്കുന്ന ഒരു കട്ടയിലാണോ? നോർമൽ ടെറാക്കോട്ട ജാളി തന്നെയാണോ ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ നിങ്ങളുടെ വർക്കാണോ? പകൽ സമയങ്ങളിൽ നമുക്ക് ഇതിനകത്ത് ലൈറ്റിന്റെയോ ആവശ്യമില്ലയോ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. കിച്ചൺ നിങ്ങളൊരു അൾട്രാ മോഡേൺ സാധനമല്ലോ വിളിച്ചേക്കണേ. കിച്ചൺ നമ്മള് സമയം ഇവിടെ ഇത് UPVC വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളില്ല. ആണ് നമ്മുടെ ഡൈനിങ് ഏരിയ. നിങ്ങളുടെ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. 12-13 സൈസാണ്. യെസ്, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹോം ടൂർ വീഡിയോ ആണ്. വ്യത്യസ്തമായെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വീട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമറുടെ, അതായത് വീട് ചെയ്യുന്ന ആളുടെ ഉടമസ്ഥൻ്റെ അല്ലെങ്കിൽ ഉടമസ്ഥത ഇഷ്ടം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പ്രതീഷ് സേതുലക്ഷ്മി ദമ്പതികളുടെ വീട്. അതായത് അവരെങ്ങനെ ആ വീടിനെ ആഗ്രഹിച്ചതുപോലെ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു വീട്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പ്രതീക്ഷയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോട്ട് എത്താൻ സാധിച്ചത് വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു. ഇതാണല്ലേ വീട്ടുപേര്? പ്രതീക്ഷ. ആക്ച്വലി പ്രതീക്ഷയാണ് ഹോപ്പാണ് ജീവിതത്തെ നയിക്കുന്നതെന്ന് പറയുക. എനിക്ക് തോന്നുന്നു ഇത് എത്ര സെന്റ് സ്ഥലമുണ്ട് പ്രതീക്ഷ? ഇത് 16 സെന്റ് സ്ഥലം. ടോട്ടൽ 16 സെന്റ് അല്ലേ? ടോട്ടൽ 16 സെന്റ്. 15 സെന്റിലെ വീട് വെച്ചിരിക്കുന്നത്. ഈ വീട് വെച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ഡിസൈൻ ചെയ്തതൊക്കെ ആരൊക്കെയായിരുന്നു? ഇത് നിർമ്മാത ഡിസൈൻ എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫാ, അവരാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഡിസൈനിങ്ങും എഞ്ചിനീയറിംഗും ഒക്കെ അവർ തന്നെയായിരുന്നു ചെയ്തത്. പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ ഫുൾ വർക്കായിട്ട് ചെയ്തല്ലേ? ഫുള്ള് വർക്ക് അവര് 3D 2D പിന്നെ അവര് വിസിറ്റിങ് അതാത് സമയത്തുള്ള വിസിറ്റിംഗ് ഉണ്ടായിരുന്നു. ഏത് ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാലും അവര് വിസിറ്റിംഗ് മസ്റ്റായിട്ട് അവർ ചെയ്തത് ക്ലിയർ ചെയ്ത് തരും. ഡിസൈനിങ്ങിലും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന നമ്മുടെ ഡിസൈനിങ് എക്സിക്യൂഷനുമാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. 3 എഞ്ചിനീയർമാരെ നമുക്ക് കിട്ടിയിട്ടും അവരിലൊന്നും നമുക്ക് അങ്ങോട്ട് വർക്കായില്ല. അതിലാണ് ഇതാ വർക്കായി വന്നത്. യെസ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇത് വീടാണ്, അതിനോട് ചേർന്നിട്ട് നമുക്കുള്ളത് കാർ പോർച്ചാണ് അല്ലേ? ഇതാണ് കാർ പോർച്ച്. എനിക്ക് നിങ്ങളൊരു ഔട്ട് ഹൗസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതേപോലെ പുരാവസ്തുക്കൾ കളക്ഷൻ ഉള്ള ഒരു ഹോബിയാണ്. ശരി. അതിന് വേണ്ടി ഒരു ഗാലറിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തല്ലേ? അപ്പോൾ ഈ വീടും ഇതും ചെയ്തിരിക്കുന്ന ഒരു കട്ടയിലാണോ? അല്ലല്ല. ഇത് മണ്ണ് ബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇന്റർലോക്ക് മഡ് ബ്രിക്ക് ആണല്ലേ? അത് വേറെ നമ്മുടെ സാധാ സോളിഡ് ബ്രിക്ക് തന്നെയാണ്. ഇതതിന് നിങ്ങൾ തേച്ചിട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നു. വണ്ടി കയറി കിടക്കാനായിട്ടുള്ള സൗകര്യം. ശരിക്കും പറഞ്ഞാൽ ഔട്ട് ഹൗസ് ആയിട്ട് ഇതിനെ വർക്ക് ചെയ്യാം അല്ലേ? 12-10 സൈസിലാണ് ആ റൂം ചെയ്തിരിക്കുന്നത്. ഈ റൂം ചെയ്തിരിക്കുന്നത്. ഇത് 16-12 ഉള്ള സൈസിലാണ് കാർ പോർച്ച് വന്നിരിക്കുന്നത്. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ? വീട് 1500 സ്ക്വയർ ഫീറ്റാണ്. വീട് 1500 സ്ക്വയർ ഫീറ്റ് ആണ്. ടോട്ടൽ എത്ര ബെഡ്റൂംസ് അവർ? 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. എനിക്കൊന്ന് പുറത്ത് പിന്നീട് വർക്ക് ഏരിയ വേറെ ഒരു ബാത്റൂം സെപ്പറേറ്റ് ഔട്ട്സൈഡിലുണ്ട് ചെയ്തിട്ടുണ്ട്. ആ മുഖപ്പ് ഏതിലാണ് ചെയ്തിരിക്കുന്ന വിഷയം? അത് 16 ഗേജ് JSW ഷീറ്റിൽ CNC കട്ട് ചെയ്തിരിക്കുകയാണ്. എക്സ്പെൻസ് പറയൂ? എക്സ്പെൻസ് വളരെയധികം മെറ്റൽ ചെയ്യുമ്പോൾ. ഈ ബെൻഡായിട്ട് വെച്ചിരിക്കുന്ന സാധനം ഇത് മെറ്റലാണ്. ഈ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ മെറ്റൽ ചെയ്തിരിക്കുകയാണ്. മേളിൽ കൊടുത്തിരിക്കുന്ന ആ കുമ്മള പോലുള്ളത് തേക്കും തടിയിൽ നമ്മൾ തടി തന്നെ ചെയ്തിരിക്കുന്നത്. അത് ബഡ്ജറ്റ് ഇത്രയും ബെൻഡ് ചെയ്ത് എടുക്കുമ്പോഴത്തേനും മെറ്റലിലാകുമ്പോഴത്തേനും വളരെയധികം കോസ്റ്റ് നമുക്ക് കുറവാണ്. അടിപൊളി. അത് ശരി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ, എനിക്ക് തോന്നുന്നു വാസ്തു വളരെ കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കുന്ന വീടാണ്. വാസ്തു നല്ല രീതിയിൽ ഇതിനകത്ത് ഫോളോ ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട, അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വാസ്തു നല്ല രീതിയിൽ നോക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഈ തുളസിത്തറ അടക്കം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ അടുത്ത് പ്രതീക്ഷ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. കോല് കണക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന തുളസിത്തറ 2-3 ദിവസത്തും കൊണ്ട് ഇത് ചെയ്തിരുത്. അത്രയും തന്നെ പണികൾ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ എലവേഷനിൽ വന്നിരിക്കുന്ന ഈ ഒരു ജാളി വർക്കാണ്. ഇത് നമ്മുടെ നോർമൽ ടെറാക്കോട്ട ജാളി തന്നെയാണോ ചെയ്തിരിക്കുന്നത്? നോർമൽ ടെറാക്കോട്ട ജാളി വാങ്ങിയാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. കളർ ചെയ്തിരിക്കുകയാണ് അതില്. ഇത് എനിക്ക് തോന്നുന്നു ഇത് നമുക്കൊരു ഓപ്പൺ ഏരിയ അകത്തുണ്ട്. നോർമലി ഇതിനകത്ത് നമുക്കൊരു ഓപ്പൺ ഏരിയ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. വെള്ളം വീഴും. ഓക്കെ, ശരി. അതങ്ങനെ ബോധപൂർവം ചെയ്തൊരു സാധനം. ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് വരാം. നമുക്ക് അപ്പുറേ കൂടെ തന്നെ സിറ്റ് ഔട്ടിൽ ഈ ഒരു ബീമുകളൊക്കെ ഇങ്ങനെ തന്നെ വേണമെന്നായിരുന്നു നിങ്ങൾക്ക്? സാധാരണ നമ്മൾ 2 തൂണുകൾ കാണാറുണ്ടല്ലോ, ഒറ്റ തൂണുകളിലേ കാണുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ചത്.
ഡിസൈനറിന്റെ ഡിസൈനിങ്ങിലാണ് ഇത് നമുക്ക് ഇതുണ്ടായിരുന്നു അല്ലേ? യെസ്. ഇനി വളരെ ഇമ്പോർട്ടൻറ്റ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്, അത് നമുക്ക് വിസിബിൾ ആണ്. അതേസമയം നിങ്ങൾ അകത്ത് കൊടുത്തിരിക്കുന്ന ഫ്ലോറിങ് ടൈല് 4x2 ടൈലാണ്. പക്ഷേ ഈ വീടിനോട് ചേരുന്ന രീതിക്കുള്ള ഒരു ടൈലാണ് നിങ്ങൾ ഈ വീടിനകത്ത് മൊത്തം ചെയ്തിരിക്കുന്നത് അല്ലേ? ഫുള്ള് നമ്മൾ ഈ ടൈലാണ്. തറയോടിന്റെ ഒരു ടൈപ്പ് ടൈല് ഇതിനകത്ത് നമുക്ക് യോജിക്കുകയുള്ളൂ. നമ്മൾ മാക്സിമം ഫോളോ ചെയ്തിട്ടാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. തറയോട് എന്ന് പറയുമ്പോൾ മുകളിൽ പൂർണ്ണമായിട്ടും നമ്മുടെ നോർമൽ സാധാ ക്ലേയോടല്ലേ ചെയ്തിരിക്കുന്നത്? ക്ലേയോട് പുതിയ ഓട് ലേ ചെയ്തിരിക്കുന്നത്. നമ്മളെ നാട്ടിൽ തന്നെ ഇതിന്റെ ഒരു ഫാക്ടറി ഉണ്ട്. അവിടെ മേളില് മുകൾ ഭാഗം കോൺക്രീറ്റ് വാർത്തിട്ട് അതിന് മേളിൽ നമ്മൾ ഡ്രസ് ചെയ്തിരിക്കുന്നത്. അതിന് ഡീറ്റെയിൽ ഡ്രോയിങ് ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? ഓട് ലേ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ തടികളല്ല എന്നുള്ളതാണ്. അതായത് ജനാലകൾ കുറച്ച് തടികൾ, UPVC നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ? UPVC മിക്സ് ഉണ്ട് രണ്ടിന്റെയും കൂടെ. മോഡേൺ ട്രഡീഷണൽ മിക്സ്ഡ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഡോറും എന്താ പറയാ, ട്രഡീഷണൽ ഡോറിനോട് സമാനമായിട്ടുള്ള ഡോർ ഇവിടെ ചെയ്തിരിക്കുന്നു അല്ലേ? അതെ. താക്കോലിൽ ഉൾപ്പെടെ ഇവർ ഭാര്യാഭർത്താക്കന്മാരുടെ ഫോട്ടോസ് ചെയ്തിട്ടുണ്ടേ. അകത്ത് നമുക്ക് സേതുലക്ഷ്മിയെ പരിചയപ്പെടുകയും ചെയ്യാം. അകത്തോട്ട് കയറിയാലോ? അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ ഒരേ ടൈൽ യൂസ് ചെയ്തിരിക്കുന്നു, വെളിയിൽ കാണിച്ച പോലെ തന്നെ അല്ലേ? അതേ ടൈലാണ്, 4x2 ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലേ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലേബേഴ്സിന്. നമ്മൾ പോയി നിന്നിട്ട് അവർക്കത് സെലക്ഷൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ക്ലിയറായി എടുത്തത്. യെസ്. ഇതൊക്കെ നിങ്ങളുടെ വർക്കാണോ? ഇവിടെ ഇരിക്കുന്ന ഈ സോഫ്റ്റ് ഫർണിച്ചറൊക്കെ ഇത് നമ്മളെ ഫാമിലി പെട്ട തന്നെ ആൾക്കാരായിരുന്നു. ചേട്ടനായിരുന്നു ഇതിന്റെ എല്ലാം ചെയ്തത് വർക്കുകളെല്ലാം ചെയ്തത്. സെന്റർ ടേബിൾ അടക്കം ഈ സെറ്റി ഇതെല്ലാം നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നതാണ് അല്ലേ? കസ്റ്റം ചെയ്തെടുത്ത സാധനങ്ങളാണ്. സീലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്തതായിരിക്കും? ഇതെല്ലാം നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തെടുത്ത ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകൾ, മാക്സിമം പഴയ രീതിയിലോട്ടുള്ള കുറേ അധികം കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്. പിന്നെ ഇവിടെ TV യൂണിറ്റ് എന്ന് പറയാനായിട്ട് ഇതാണ് TV യൂണിറ്റ്. വരുമ്പോഴത്തേക്കും ഇത് നിങ്ങളെ വാങ്ങിച്ചാണോ? അത് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി ഈ ഒരു പാറ്റേൺ കിട്ടാനായി. ശരി. നമ്മൾ തേക്കിൻ്റെ അതേ കളർ തന്നെ കിട്ടാനായി 2 ദിവസത്തോളം നമ്മൾ ഇതിൻ്റെ നടന്നിട്ട് മേടിച്ചതാണ്. ഓക്കെ. ഈ രത്തൻ്റെ വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്, കെയിൻ വർക്കാണ് വന്നിരിക്കുന്നത്. ഇതെനിക്കൊന്ന് ഭിത്തിയിലോട്ട് തൂങ്ങാനുണ്ടല്ലേ? ഇല്ല, ഇത് ഇങ്ങനെ തന്നെ. ശരി. ഞാൻ കുറച്ച് ഭിത്തിയെ കൊടുക്കുന്നുണ്ടെന്ന്. ഇത് ഏതിലായിരിക്കണം? അലൂമിനിയം ആണോ? ഇത് അലൂമിനിയം. അലൂമിനിയത്തിലാണ് ഈ ഫുൾ വർക്ക് പോയിരിക്കുന്നത്. ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് അല്ലേ? ചെറിയ പാർട്ടീഷൻ, എല്ലാം മിനിമൽ ആയിട്ടുള്ള ഒരു ഇതിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നിങ്ങൾ അകത്ത് ലൈറ്റിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. യെസ്. അതെങ്ങനെയാ, അവരോട് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നോ? എങ്ങനെയായിരുന്നു അതിന്റെ കാര്യം? ലൈറ്റിൽ നമ്മൾ ആദ്യമേ തന്നെ ഡിസൈനർ ആയിട്ടുള്ളവരടുത്ത്, എഞ്ചിനീയേഴ്സിന്റെ അടുത്ത്, 2 പേരെടുത്തും കൂടി നമ്മൾ പറഞ്ഞിരുന്നു. അവര് മാക്സിമം നമുക്ക് നല്ല രീതിയിൽ ഈ ഫ്ലോട്ടിൽ പകൽ സമയങ്ങളിൽ നമുക്ക് ഇതിനകത്ത് ലൈറ്റിന്റെയോ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് കൊള്ളാം. നിങ്ങളൊരു പൂജാ റൂം, ആ പൂജാ റൂമിന് കൃത്യമായ ക്രോസ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ടല്ലേ? വാസ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വസ്തു അറിയില്ല കേട്ടോ. അവിടെ നിന്നുള്ള ക്രോസ് വെന്റിലേഷൻ വളരെ കൃത്യമായിട്ട് ഇതിലേ കടന്ന് ബാക്ക് സൈഡിലുള്ള ജനലിൽ കൂടെ ഇറങ്ങി പോകത്തക്ക രീതിക്ക്. ഇതും അളവുണ്ടോ? ഇതിലും അളവ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. ശരി. ഒരു പൂജാ റൂമായിട്ട് തന്നെ വീടിന്റെ മധ്യത്തിൽ ഒരു 4 കെട്ടിന്റെ ഏറെക്കുറെ സാധനം കൊടുത്തിട്ടുണ്ടല്ലേ? ചെയ്യാൻ ശ്രമിച്ചു നമ്മൾ തന്നെ ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ പൂജാ റൂം വന്നിരിക്കുന്നത്. നമുക്ക് കിച്ചണിൽ പോയിട്ട് അടുത്ത കോട്ടയാടിലോട്ട് വരാം. കിച്ചൺ ഇതൊന്നുമല്ല. കിച്ചൺ നിങ്ങളൊരു അൾട്രാ മോഡേൺ സാധനമല്ലോ വിളിച്ചേക്കടെ. കിച്ചൺ നമ്മൾ ഇതിപ്പോൾ കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് വെളി രാജ്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതികളാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലാണ്. ഫ്ലാറ്റുകളിലും അതേപോലെ തന്നെ മറ്റുള്ള യൂറോപ്യൻ കൾച്ചർ സ്റ്റൈലിലോട്ടുള്ള രീതിയിലേക്ക് നമ്മളെ മലയാളീസ് വരുന്നുണ്ട്. അതെ. അത് നമ്മൾ ഇനിയുള്ള തലമുറകൾ മുൻപോട്ട് പഴയ മോഡലിലേക്ക് നമുക്ക് താല്പര്യം കാണില്ല. അതെ. ഇവിടെ അലൂമിനിയമാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ അലൂമിനിയത്തിലാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിയാൻ കളറാണ് പൂർണ്ണമായിട്ട് പിടിച്ചിരിക്കുന്നത്. സ്ട്രക്ചർ ഫുൾ അലൂമിനിയം അടിച്ചതിന് ശേഷം മുഴുവൻ PVC ആണ് ഇരിക്കുന്നത് അല്ലേ? കളറുകളെല്ലാം നമ്മൾ തന്നെ ആയിരുന്നു സെലക്ട് ചെയ്തത്. ടോൾ യൂണിറ്റ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാം നമ്മളെ എഞ്ചിനീയേഴ്സിന്റെ 3D ഉണ്ടായിരുന്നു. ക്രോക്കറി ഒരു അലൂമിനിയം പ്ലസ് എന്താ പറയാ ഗ്ലാസ്
ഡോറാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വർക്ക് ഏരിയയും കൂടി ഉണ്ടല്ലേ? ഒരു വർക്ക് ഏരിയയും കൂടി സെപ്പറേറ്റ്. അത് നിങ്ങളുടെ വൈഫിന്റെ ഒരു നിർബന്ധമായിരുന്നു പ്രകാരം റെഫ്യൂസ് ചെയ്യാനായി നമുക്ക് ഇതിൽ പറ്റില്ല. ഓക്കെ. അതിനുവേണ്ടിയാണ് നമ്മൾ ഔട്ട്സൈഡിലൊരു വർക്ക് ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കൊള്ളാം. നമ്മൾ ഫ്രണ്ട് എലിവേഷനിൽ കണ്ടതാണ്. അതേസമയം ഇത് വീടിനുള്ളിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, വീടിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ആദ്യം പറഞ്ഞ പോലെ വെള്ളം ഉള്ളിലേക്ക് വീഴും. വെള്ളം ഉള്ളിലേക്ക് വീഴും. പക്ഷെ അതേസമയം ഇവിടെ ഇത് UPVC വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളില്ല. അവിടെ ആ പ്രൊട്ടക്ഷൻ ഉണ്ട് താനും. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. നിങ്ങളുടെ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് ഡൈനിങ് ഏരിയയിൽ. ഡൈനിങ് ടേബിളാണ്. നിങ്ങളുടെ വീട്ടിൽ അത്രയും അംഗങ്ങളുള്ളൂ. സോ അത്രയും വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ മതിയായിരുന്നു. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് നമ്മളാ വിട്ടിന്റെ പറഞ്ഞ ഇതാണ് ആ വലിപ്പം, ആ പ്ലോട്ടിന്റെ വലിപ്പം അല്ലേ? ഇതെല്ലാം വുഡല്ലേ ചെയ്തിരിക്കുന്നത്? എല്ലാം വുഡാണ്. വേറെ അവിടെ ഒരു കർട്ടനും കൊടുത്ത് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്ലോറിങ്ങിൽ നമ്മൾ അപ്പറേ പറഞ്ഞ പോലെ ഫ്ലോറിങ്ങിൽ മാറ്റങ്ങളൊന്നുമില്ല. ഒരേപോലെ ഫ്ലോർ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാഷിംഗ് ഏരിയ ആണല്ലോ. ഇതും കസ്റ്റമൈസ്ഡ് അല്ലേ? ഇതും കസ്റ്റമൈസ്ഡ്. നമ്മുടെ തന്നെ ആ പറഞ്ഞ ജ്യേഷ്ഠൻ ചെയ്തതാണ് അല്ലേ? പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വാഷ് ബേസിൻ ടോപ്പ് ചെയ്തിരിക്കുന്നു. ഇത് അലുമിനിയം. അലുമിനിയം ആകുമ്പോൾ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും നാളെ പേടിക്കേണ്ട. അതുകൊണ്ട് അലുമിനിയമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തന്നെ ഹാൻഡിൽ നമ്മൾ ആന്റിക്ക് പഴയ മോഡൽ ആന്റിക്ക് ഹാൻഡിലാണ്. ഇത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ മേടിച്ച് അങ്ങനെ വെച്ചിരുന്ന. ബെഡ്റൂം എത്രയാണ്? ബെഡ്റൂം 3 ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം ഇവിടെ അല്ലേ? റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും സൈസ് എത്രയുണ്ട് ഏകദേശം? ഒരു 12 സൈസ് ഉണ്ടാവോ? 12-13 സൈസാണ്. യെസ്, 12-13 സൈസിലുള്ള വലിയ മാസ്റ്റർ ബെഡ്റൂം. ഇത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തു? ഇത് കസ്റ്റം ചെയ്താണ്. ഈ പറഞ്ഞ ജ്യേഷ്ഠൻ തന്നെയാണ് ഇത് ചെയ്തു തന്നത്. അതായത് ഇവിടെ ഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് നമ്മൾ പൂർണ്ണമായിട്ട്. ഫർണിച്ചറൊക്കെ എൻ്റെ ഒരു ഡിസൈനിങ്ങിലാണ് ഇത് ചെയ്തത്. വാർഡ്രോബ് ഇത് നമ്മൾ മേടിച്ച, ഇത് നമ്മൾ വാങ്ങിയതാണ്. യെസ്. പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടും ചെയ്തിരിക്കുന്നത്. ബാത്റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം നമ്മൾ ഈ പറഞ്ഞ പോലെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന് പ്രത്യേകത എല്ലാ ആക്സസറീസും ഉണ്ട്. അതുപോലെ തന്നെ ഫുൾ ഹൈറ്റിൽ ടൈൽ ഒട്ടിച്ച് ചെയ്തിരിക്കുന്നു. എല്ലാം ഒരു മിനിമൽ ലൈറ്റ് മോഡലാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ട് ടൈലുകളായാലും എല്ലാം ഒരു ലൈറ്റ് രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. ഒന്നും ഡാർക്ക് ഇല്ല, നമുക്ക് അതിനോട് താല്പര്യമില്ല, ഡാർക്കിനോട്. യെസ്. നിങ്ങളോട് എനിക്ക് വലിയ ബഹുമാനം തോന്നിയൊരു കാര്യം എന്നറിയോ? നിങ്ങൾ ഭിത്തിയിലൊന്നും പുട്ടി ഇട്ടിട്ടില്ലെന്നുള്ള. പുട്ടി എന്ന് പറയുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ ക്യാപ്പിലർ റിയാക്ഷൻ ഇവിടെ ഞാൻ കണ്ടത് ഒരു ക്യാപ്പിലർ റിയാക്ഷൻ ഇതുവരെ നമുക്ക് ഇത് 2 വർഷമായി ഈ പ്രോജക്ട് തുടങ്ങിയിട്ട്. ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ട് 1 മന്ത് ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ. അവിടെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഒരു പ്രശ്നങ്ങളും ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഒരു ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടാണോ കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഇത് ചിൽഡ്രൻ ബെഡ്റൂം ആയിട്ടാണ് ഭാവിയിൽ ഉപയോഗിക്കാനും. മറ്റേത് ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അപ്പുറത്ത്. 3 ബെഡ്റൂം ഉണ്ടല്ലോ അല്ലേ? ഇവിടെ പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ ആ സമയത്ത് ഫുൾ ഫ്ലെഡ്ജിലാവുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതിയല്ലോ. അപ്പം ഞങ്ങള് 2 പേരേ ഉള്ളൂ. യെസ്. അതുകൊണ്ട് വിത്ത് ബാത്ത് അറ്റാച്ച്ഡ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ നമുക്ക് മെയിൻ്റനൻസ് അങ്ങനെ റിനോവേഷന് നമുക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് ഇസ്രായേലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇസ്രായേലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. 3 മാസം ജോലിക്ക് കയറിയ ശേഷം 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പണി തുടങ്ങി 1 ഇയർ കംപ്ലീറ്റ് ആയപ്പോഴത്തേന് ഞാൻ നാട്ടിൽ ലീവിന് വെക്കേഷൻ വന്നപ്പോഴാണ് ഓൾമോസ്റ്റ് വാർപ്പിന്റെ എത്തി. അങ്ങനെ അവിടെ ഇരുന്നാണ് ഈ എഞ്ചിനീയേഴ്സിനെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. എല്ലാം വൈഫും ഫാദറിന്റെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ രീതിയാണ്. അതേപോലെ തന്നെ കോൺട്രാക്ടർ നല്ല ഒരു കോൺട്രാക്ടറാണ്. അടുത്തുള്ള ആള് തന്നെയാണ്. കല്യാണി കൺസ്ട്രക്ഷൻ നടത്തുന്ന മനോജാണ് ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തത്. നല്ല രീതിയിലുള്ള ഞാനും പുള്ളിയെ കാണുന്നത് നാട്ടിൽ വന്ന 1 വർഷത്തിന് ശേഷം ഒരു 100 വീടിന് ഏകദേശം പുള്ളി ചെയ്തു കംപ്ലീറ്റഡ് ആയി. ശരി. അപ്പൊ കൊട്ടാരക്കര എഴുതപ്പെട്ട വീടൊക്കെ പുള്ളി നല്ല വലിയ വീടുകളെല്ലാം പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഒരു ബെഡ് കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് ബെഡ്. ദെൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു വാർഡ്രോബും ഇത് മേടിച്ചത് ഇതും വാങ്ങിയതാണ്. യെസ്. അതായത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ട സാധനം കൃത്യമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അല്ലാത്തത് നമ്മൾ പർച്ചേസ് ചെയ്തു. യെസ്. വൈഫ് സേതുലക്ഷ്മി ആളെ കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. ആളില്ലെന്നുണ്ടെങ്കിൽ ഇത് പൂർത്തിയാകത്തില്ല. അങ്ങനല്ലേ? ആളാണ് ഇത് മൊത്തം കംപ്ലീറ്റഡ് ചെയ്യിപ്പിച്ചത്. ഞാനൊരു 5 മാസം ആയതേ ഉള്ളൂ നാട്ടിൽ വന്നിട്ട്. യെസ്. അപ്പോൾ എൻ്റെ ഒപ്പം ഈ ഫാമിലി ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ് അല്ലേ?
നമ്മളെപ്പോഴും ശിവൻ ശക്തിയില്ലാതെ പൂർണ്ണമാവില്ലെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സേതുലക്ഷ്മി, നിങ്ങളുടെ പേരടിപൊളി കേട്ടോ. ഈ പേരിന് വേറെ ഏതൊരു പേരിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള നെയിമാണ്. സോ ഫസ്റ്റ് ചോദിക്കട്ടെ, ഈ വീട് വയ്ക്കുന്ന സമയത്ത് പ്രതീക്ഷ പറഞ്ഞതിന് പ്രകാരം പ്രതീക്ഷ ഇവിടെ ഇല്ല, കൂടുതലും നിങ്ങൾ തന്നെയായിരുന്നു ഇതിനകത്ത് വർക്ക് ചെയ്തതൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ചേട്ടന് ഇവിടെ ഇസ്രയേലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വീട് പണി തുടങ്ങുന്ന സമയം തൊട്ടേ ഞാനായിരുന്നു നോക്കി നിൽക്കുന്നത്. പിന്നെ എൻജിനീയർ ഞങ്ങൾ വേറെ കുറേ നോക്കിയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പിന്നെ എൻ്റെ സീനിയറായിട്ട് പഠിച്ച ഒരു കുട്ടി, അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് വഴി അവരെ കാണുന്നത്. അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പിന്നെ അവർ ഞങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തന്നു. പിന്നെ ചേട്ടൻ അത് കൊടുത്ത് അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ വർക്ക് തുടങ്ങിയത്. പിന്നെ അവിടെ ഇന്ന് ഓരോന്നിങ്ങനെ ലേബർ കോൺട്രാക്റ്റ് ആയിരുന്നു. അങ്ങനെ കോൺട്രാക്ടറെ കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോരുത്തരെയും എൻജിനീയർ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് ചെയ്ത് പിന്നെ അവിടെ ഇരുന്ന് ഇതുപോലൊക്കെ ഓരോ ഡിസൈനൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യും. പിന്നെ പപ്പയുണ്ട്, ചേട്ടൻ്റെ അച്ഛൻ. അങ്ങനെ പപ്പ ഇതുപോലെ വിളിച്ചു പറയും കടയിലും അങ്ങനെയൊക്കെ സാധനം. അങ്ങനെ ഞാനും പപ്പയും കൂടിയാ കൂടുതലും ചെയ്തത്. ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്ത്, ഈ 2 വർഷമൊക്കെ എടുക്കുമ്പോഴത്തേക്ക്? കുറെ ടെൻഷൻ എടുത്ത് വർക്കൊക്കെ തീരുന്ന സമയം. പിന്നെ എല്ലാം അങ്ങനെയൊക്കെ തന്നെ ചെയ്തത്. ഒരു നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഭാര്യമാരാണ് പൊതുവെ. പ്രത്യേകിച്ച് നാട്ടിൽ പുരുഷന്മാരില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം അവർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ 2 സ്ഥലത്തായിരിക്കുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എന്നാൽ തന്നെയും പുള്ളിക്കാരിക്ക് പെട്ടെന്ന് അതൊരു ക്യാച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് ഞങ്ങളുടെ ഒരു എന്താന്ന് പറയുന്നത് അറിയില്ല, ഫാമിലിയുടെ ആയിരിക്കാം എന്നുള്ളൊരു പെട്ടെന്ന് പറയുമ്പോഴത്തേന് ഇപ്പൊ പുള്ളിക്കാരുടെ അടുത്ത് തന്നെ ജോലിക്കാർ തന്നെ ചോദിക്കാറുണ്ട്, എഞ്ചിനീയറിംഗ് പഠിച്ചതാണോ? എന്നല്ല, ബ്രദർ എഞ്ചിനീയർ ആയിരുന്നു. ബ്രദർ എഞ്ചിനീയറായിട്ട് വിദേശത്ത് 5 വർഷം ജോലി ചെയ്തിരുന്നതാണ്. പിന്നെ ഫാമിലിയായിട്ട് ഇങ്ങനെ വാസ്തു എല്ലാം നല്ല നല്ല വാസ്തുക്കളൊക്കെ ഫാമിലിയിലുണ്ട്. അതിൻ്റെതായ ഒരു ദൈവാധീനമാണെന്ന് വേണം പറയാൻ. നമ്മുടെ ഇപ്പോൾ ഡോക്ടർ ഇൻറ്റീരിയർ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടോ? ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ ഒരു വീഡിയോസ് ഫസ്റ്റ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ബ്രദറും ഞങ്ങൾ 3 പേരാണ്. എൻ്റെ ഇളയത് 2 ട്വിൻസാണ്. അതൊരു ബ്രദറിനാണ് നമ്മുടെ വീടിന് ഓപ്പോസിറ്റ് വീട് പണിത്. ഞങ്ങൾ 2 പേരും ഈ ഡോക്ടർ ഇൻറ്റീരിയർ ചാനൽ കാണുമ്പോൾ ഇതിനകത്തൊരു വീട്ടിൽ ഈ ട്രഡീഷണൽ ടൈപ്പ് വീട് കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പുള്ളിക്കാരനായിട്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദൂരക്കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ അത് വിട്ടു. അങ്ങനെ നമ്മൾ ഡോക്ടർ ഇന്ത്യൻ്റെ അതേപോലെ തന്നെ ഓരോ മെറ്റീരിയലും ആയാലും നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. എനിക്കിത് മൊത്തവും ഞാൻ വെളിയിലായിരുന്നല്ലോ, ഞാൻ ഇതിനു മുമ്പ് വീട് പണിത് ശീലം ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല. നാട്ടിൽ വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഞ്ചിനീയറിംഗിൽ കുറച്ച് അല്ലല്ല, ഞാൻ എഞ്ചിനീയറിംഗ് മെറ്റീരിയലിൻ്റെ തന്നെ നമ്മളെ MS CS ഞാൻ വർക്ക് ചെയ്യുന്നത് തന്നെ പൈപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. അവിടെ ഇന്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നമ്മൾ അതിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ മെക്കാനിക് സെക്ഷനാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം അതിൻ്റെതായ കാര്യങ്ങൾ നമുക്ക് നോളജ് ഉണ്ട്. നമുക്ക് അത് പറഞ്ഞു കൊടുത്ത് ചെയ്ത് കിട്ടാനുള്ള ലേബേഴ്സിനാണ് നാട്ടിലിപ്പം വളരെയധികം ബുദ്ധിമുട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ആ രീതിക്ക് അത് പ്രയോജനപ്പെട്ടു. എല്ലാം ഈ കിച്ചണിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ സഹിതം ഡോക്ടർ ഇന്റീരിയലിലെ ഓരോരോ നമുക്ക് കിട്ടുന്നുണ്ട് വീഡിയോസ്. അത് നമുക്ക് നല്ല ഒരു ഇതിലാണ് വരുന്നത്. അന്ന് വീട് പണി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വീഡിയോസ് ചെയ്യിപ്പിക്കണമെന്നുള്ള ഒരു ഉണ്ടായിരുന്നു. എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രദേശം വീട് പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ വരാനായിട്ട് 1 മാസത്തിനകത്ത് ഞാൻ എത്തിയെന്ന് തോന്നുന്നു അല്ലേ? 1 മാസത്തിനകത്ത് എനിക്ക് വന്നെടുക്കാൻ സാധിച്ചു. അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങൾ ഹാപ്പിയാണ്? ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. തിരക്ക് ഉള്ള വ്യക്തിയാണെന്നറിയാം, എന്നാലും നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ എത്താം എന്ന് പറഞ്ഞു. ഇത് ഓരോരുത്തരും എത്താൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ കരുതുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ്. ദൈവാധീനം എന്നൊക്കെ പറയുമല്ലോ, ഞാനതിൽ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം എനിക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് ദൈവാധീനം. നിങ്ങളെ കാണാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ വലിയ അനുഗ്രഹത്തിലോട്ട് എനിക്കും വരാൻ സാധിച്ചത് താങ്ക് യു. പിന്നെ നമ്മുടെ ഈ ഇത് കൊട്ടാരക്കര
കൊട്ടാരക്കര താലൂക്കില് പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഇതുവരെ അങ്ങനെ വീടുകളൊന്നും എൻ്റെ അറിവില് ഇങ്ങനെയുള്ള ട്രഡീഷണൽ ടൈപ്പ് പഴയ വീടുകൾ ഉണ്ടായിരുന്നു. പഴയ തറവാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പൊളിച്ച് നശിച്ചു പോയി. അന്നേരം ഇപ്പം നിലവിലെ വീടുകളൊന്നും അങ്ങനെ ആരും ഡിസൈൻ ചെയ്യുന്നില്ല, ആർക്കും താല്പര്യം അങ്ങനൊന്നുമില്ല. അങ്ങനെ എനിക്കും ഒരു ആഗ്രഹം തോന്നി, നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത്രയും നല്ല രീതിയിൽ എഫക്റ്റ് എടുത്ത് ചെയ്തപ്പോൾ അത് വേറൊരു വ്യക്തിക്കും കൂടെ ഇതേപോലെ കാണാൻ സാധിക്കട്ടെ, അവരും ഇതേപോലെ ചിന്തിക്കാൻ ശ്രമിക്കട്ടെ എന്ന് നമുക്കും വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും രണ്ടുപേർ എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു പ്രതീഷ്, താങ്ക് യു സോ മച്ച്. എപ്പോഴും ഇതുപോലുള്ള വീഡിയോസ് കാണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ, ധാരാളം ആൾക്കാർ ഇതുപോലെ വീട് വയ്ക്കാനായിട്ട് ആഗ്രഹിച്ച് അവരവരുടെ വീടിൻ്റെ വർക്കുകൾ തുടങ്ങുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെൻറ്റെങ്കിലും എടുക്കാൻ സാധിച്ചാൽ അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കും, അല്ലാത്തത് നിങ്ങൾ ഒഴിവാക്കും. വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ. അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ.